എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഈ ആളുകളുമായിട്ടുള്ള ആളുകളെ ഇഷ്ടപ്പെടുത്തുക, എന്നെ ആളുകൾക്ക് ഇഷ്ടമാവുന്നതും ആളുകൾ എന്തെങ്കിലും പാരിതോഷങ്ങൾ തരുന്നതും അല്ലെങ്കിൽ എന്നെ പൊക്കി പറയുന്നതും കൈയടിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, എനിക്ക് ഈ പറഞ്ഞ കംഫർട്ടിൽ പോകുന്നത് അത്ര, അതായത് ഭക്ഷണം, വസ്ത്രം, താമസിക്കാൻ സ്ഥലം, അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയുന്നൊരവസ്ഥയിൽ വലിയ താല്പര്യം ചെറുപ്പം പോലും ഇല്ല. ഈ ഒരു എല്ലാത്തിനും സ്ട്രഗിൾ ഉണ്ടാവുകയും ആ സ്ട്രഗിളിൽ ആനന്ദം കണ്ടെത്തുകയും അത്യാവശ്യം വേദനയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ശാന്തമായി പോകുന്നൊരു സ്ഥലത്തെ ഒരു യുദ്ധഭൂമിയാക്കിയിട്ട് വീണ്ടും ശാന്തതയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പം നുണ നന്നായി പറയുമായിരുന്നു. ഈ വീട്ടിൽ വല്യച്ഛനും വല്യമ്മയും തമ്മിൽ ഒരുപാട് വഴക്കുകളുണ്ട്. അപ്പോൾ ആ വഴക്കിനെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ നുണകൾ ഒരുപാട് അവിടെ കുടുംബം കലക്കിയിട്ടുണ്ട്. അതിപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നെങ്കിലും അത് അവരുടെയൊക്കെ ജീവിതത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ വലിയ എന്താ പറയുക, ഞാനിപ്പോൾ എന്നെ പറയുമ്പോൾ ഞാൻ ഭയങ്കര ജ്ഞാനിയായിട്ടും ഭയങ്കര നല്ലവനായിട്ടൊക്കെ ഇരുന്ന് പറയും. പക്ഷേ അത് അനുഭവിക്കേണ്ട വന്നവർക്ക് ഞാൻ ദുഷ്ടനാണ്. എൻ്റെ ചേച്ചി ഈ കോയമ്പത്തൂരിലെ വീട്ടിൽ അതേപോലെ ചേച്ചിയും അളിയനുമായിട്ട്, അപ്പോൾ ഈ നുണ പറയുകയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ പ്രശ്നങ്ങൾ കാണുകയും എന്നിട്ട് അത് പിന്നെ സോൾവ് ചെയ്യും, ഇങ്ങനത്തെ ഒരു സ്വഭാവം. പിന്നെ ഞാൻ പറഞ്ഞ പല നുണയും ഞാൻ ഇന്ന് കുറ്റബോധം കൊണ്ട് തുറന്നു പറയുമ്പോൾ മാത്രമാണ് അത് നുണയാണെന്ന് മനസ്സിലാവുന്നത്. അത് ഇന്നവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നീട് ഞാൻ തന്നെ ഈ ചോദ്യം ഞാൻ തന്നെ എന്നോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് നടനായത്, അല്ലെങ്കിൽ നടനാവാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എനിക്കുള്ളതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അവതരിപ്പിക്കുന്നൊരു നുണയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്നൊരു എഫേർട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു പഠനമുണ്ട്. അതിൻ്റെ ബ്രീത്ത് വരെയും ഞാൻ കൃത്യമായിട്ട് കൊടുക്കുമായിരുന്നു. അതിന് കണ്ണീര് വേണ്ടടുത്ത് കണ്ണീര് കൊടുക്കും, പാനിക്കായി പറയേണ്ടടുത്ത് പാനിക്കായി പറയും. അപ്പോൾ ഈ അളവുകളൊക്കെ എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് പിന്നീട് ഞാൻ സ്വയം മനസ്സിലാക്കിയൊരു കാര്യമാണ്. അന്ന് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു നടൻ ഇങ്ങനെയാണ് അങ്ങനെയൊന്നും നടനാവാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമല്ല. അപ്പോൾ ഈ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് നാടകത്തിൽ അല്ലെങ്കിൽ മറ്റ് കലാമേഖലയിൽ ശോഭിക്കാൻ പറ്റുന്നതെന്നുള്ളത് ഇപ്പോൾ സ്വയം കണ്ടെത്തിയൊരു കണ്ടെത്തലാണ്. അങ്ങനെ അത്യാവശ്യം നന്നായി നുണ പറയുകയും ഈ ഇങ്ങനെയൊക്കെ തെറിച്ച് നടക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അത് കഴിഞ്ഞ് ഈ നാടക സംഘത്തിലേക്ക് ചേരാൻ തുടങ്ങി. തെരുവ് നാടകം എനിക്കൊരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കലാകാരൻ എന്ന് പറയുന്ന എന്നിലെ കലാകാരന് അല്ലെങ്കിൽ നടന് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ളൊരു മേഖലയാണ്. കൂടുതലും ഞാനത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇലക്ഷൻ സമയങ്ങളിലാണ് തെരുവ് നാടകം കളിക്കാനുള്ള അവസരം കിട്ടുക. അപ്പോൾ ഷാബു കെ മാധവൻ എന്ന് പറയുന്നൊരു നടൻ എൻ്റെ അന്നത്തെ കാലത്തെ എൻ്റെ സൂപ്പർ സ്റ്റാർ, നാടകത്തിൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു നടനായിരുന്നു. നാടകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സംവിധായകൻ ഉണ്ണി പൂണിത്രയാണ്. അന്ന് തൃപ്പൂണിത്തുറയിൽ അറിയപ്പെടുന്ന രണ്ടുപേര് തന്നെയാണ്. കാരണം ഷാബു കെ മാധവൻ ചെമ്പകരാമൻ എന്ന് പറയുന്നൊരു നാടകം അന്ന് എറണാകുളം മുഴുവനും, എനിക്ക് തോന്നുന്നു കേരളം മുഴുവനും അവർ പ്രൈസ് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ അമേച്ചർ നാടകങ്ങൾ മത്സരങ്ങളുള്ളൊരു കാലഘട്ടമാണത്. അപ്പോൾ ആ ചെമ്പകരാമൻ്റെ സംവിധായകനാണ് ഉണ്ണി പൂണിത്തറ, നടനാണ് ഷാബു കെ മാധവൻ. അങ്ങനെ ഷാബു ചേട്ടനായിട്ട് പരിചയം വരികയും, ആദ്യമൊക്കെ ഷാബു ചേട്ടന് തന്നെ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അത്യാവശ്യം മുടിയൊക്കെ വളർത്തി, അപ്പം ഞാൻ വെറും വെള്ളവും കഞ്ചാവും ആണ് എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നീട് അടുത്തറിയാനും അടുത്ത് സംസാരിക്കുമ്പോഴാണ് എന്നിലൊരു ഇഷ്ടമൊക്കെ ആളുകൾക്ക് തോന്നുക, അല്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു കലാകാരനാണെന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഷാബുചേട്ടൻ്റെ വീട് പൂണിത്തറയിലാണ്, ഞാൻ തൃപ്പൂണിത്തറ, ഒരു പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറമാണ് പറഞ്ഞു വരുമ്പോൾ. പക്ഷേ അങ്ങനെ ഷാബുചേട്ടൻ പിന്നീട് എൻ്റെ ഏറ്റവും അടുത്ത, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനും ഏറ്റവും അടുത്ത സുഹൃത്തുമൊക്കെ ആയി. ഷാബുചേട്ടൻ വഴിയാണ് ഞാൻ പതുക്കെ നാടകത്തിലൊക്കെ അത്യാവശ്യം ഈ പാർട്ടി നാടകങ്ങൾ, പാർട്ടിയുമായിട്ടുള്ള ബന്ധം വരാൻ കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ പാർട്ടിയെ കൂടുതൽ അറിയാനുള്ള കാരണം ഷാബുചേട്ടനാണ്. ഷാബുചേട്ടൻ്റെ ഷെയറിങ്ങിലൂടെയാണ് കുറേ രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. അങ്ങനെ തെരുവ് നാടകം കളിക്കാൻ തുടങ്ങി. തെരുവ് നാടകത്തിൽ ഒരുപാട്
എന്താ പറയുക, സന്തോഷമുള്ള തമാശയുള്ള സന്ദർഭങ്ങളുണ്ട്. ഒരു കാര്യം പങ്കുവയ്ക്കാം. പൊക്കൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ചെയ്തു. അത് ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവും കൂടി തമ്മിൽ തർക്കമാണ്. ആരൊക്കെ എന്തൊക്കെ വികസനങ്ങളാണ് ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ്, അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ്, കോൺഗ്രസ് പാർട്ടിക്ക് ഓപ്പോസിറ്റാണ് നാടകം കളിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് പറയും, ഞങ്ങളുടെ വികസനങ്ങൾ ഇവിടെ നാട്ടിലുള്ള ആളുകൾ മാത്രമല്ല അറിഞ്ഞിട്ടുള്ളത്, കാട്ടിൽ വയനാട് ഉള്ള ആദിവാസികൾ പറയുന്ന സത്യസന്ധമായ അഭിപ്രായം നിങ്ങളൊന്ന് കേട്ടു നോക്കുമെന്ന് പറഞ്ഞിട്ട് വയനാടുള്ള ആദിവാസിയെ ഈ കോൺഗ്രസ് നേതാവ് വിളിക്കും. എടാ പൊക്കാന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഈ പൊക്കൻ എൻട്രി ചെയ്യുന്നത് അത് ഭയങ്കര രസകരമായിരിക്കണമെന്ന് എൻ്റെ നടന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം പോയി നിൽക്കുന്ന ഇന്ന സ്ഥലത്താണ് കളിക്കാൻ പോകുന്നതെങ്കിൽ അവിടെ പച്ചക്കാടോ അല്ലെങ്കിൽ മരമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക, ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കും, കിളിയുടെ ഒരു കാടിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്ലാ പ്ലാ എന്നൊക്കെ പറഞ്ഞ് കുറേ എന്തൊക്കെയോ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് മരത്തിൽ നിന്ന് അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് അത് ചവിട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. പാൻറ് ഷർട്ട് ഇട്ട് പോയിട്ട് ഈ സമയമാകുമ്പോൾ പെട്ടെന്ന് അവിടെ വെച്ച് തന്നെ ഈ ചവിട്ടി, ചെറിയ ട്രാക്ക് സൂട്ട് ഉണ്ടല്ലോ അതിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ചവിട്ടി എടുത്തിട്ട് മുടി, ഇത്രയും മുടി ഉണ്ടായിരുന്നു എനിക്ക്, ചുരുള മുടിയാണ്. അപ്പോൾ അതിങ്ങനെ വിരിച്ച് വെച്ചിട്ട് ഈ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇറങ്ങി വരുമ്പോൾ ആൾക്കാർക്ക് ഒരു വലിയ അത്ഭുതമാണ്, ഈ സാധനം എവിടെ നിന്ന് വന്നത്, ഇതെന്താ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കയ്യടിയൊക്കെ കിട്ടും. അതിൽ ഭയങ്കര ഒരു ലഹരി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പൂത്തോട്ടയിലാണോ വടക്കം പറവൂര് എവിടെയോ ഒരു സ്ഥലത്ത് ഇതേപോലെ പോയി ഞാനൊരു അടിപൊളി നല്ലൊരു മരം കണ്ടെത്തി. ആ മരത്തിൽ കയറി ഇരിക്കാം, അവിടെ നിന്ന് നേരെ ഒരു ചെറിയ വള്ളി പോലെയൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ തൂങ്ങി ഇങ്ങനെ ഇറങ്ങാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഈ നാടകം തുടങ്ങി സമയത്ത് ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ കയറി സെറ്റ് ചെയ്തു. എൻ്റെ എൻട്രിക്ക് മുമ്പ് എനിക്ക് ആ മരത്തിൽ നിന്ന് ചാടേണ്ട വന്നു. ഒരു മിഷറിൻ്റെ കൂടിലാണ് പോയിരുന്നത്. എൻ്റെ ശരീരം മൊത്തം, എൻ്റെ ഈ തലയ്ക്കകത്ത് മുഴുവനും മിഷർ കയറിയിട്ട് നേരെ ഈ കോൺഗ്രസ് നേതാവിൻ്റെ മുമ്പിൽ, ഈ പുള്ളി വിളിക്കുമ്പോഴാണ് ഞാൻ വരേണ്ടത്, നേരെ വന്ന് ചാടി ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടോ ഞാൻ വിളിക്കാതെ തന്നെ വന്ന കണ്ടോ, ഞങ്ങളുടെ വികസന പ്രവർത്തനത്തെക്കുറിച്ച് പറയാനായിട്ട് വയനാട് നിന്ന് വന്നിരിക്കുകയാണ്, പൊക്ക പറയടാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഈ മിഷറൊന്നും എടുക്ക് എന്നിട്ട് എന്താ പറയുക, അങ്ങനത്തെ ഒരു ലൈവ് ആളുകളൊക്കെ ചിരിക്കുകയാണ്. നാടകം കയ്യിൽ നിന്ന് പോയി, പറഞ്ഞു വന്ന കാര്യമൊക്കെ പോയി. പക്ഷേ അതിൽ നിന്ന് അങ്ങനെയൊക്കെ ഉരുണ്ട് മറിഞ്ഞ് ഇമ്പ്രവൈസേഷൻ എന്ന് പറയുന്ന ഒരു വഴിയുണ്ടല്ലോ നടന്മാർക്ക്, അവിടെ അങ്ങനെ വീണവിടം വിദ്യയാക്കിക്കൊണ്ട് ആ നാടകം മുന്നോട്ട് പോയി. അങ്ങനെ ഈ പ്രേക്ഷകനും നടനും തമ്മിൽ അകൽച്ചയില്ലാതെ, പ്രേക്ഷകൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ബ്രീത്ത്, നമ്മുടെ ശ്വാസം പ്രേക്ഷകന് അടിക്കാവുന്ന ആ അകലത്തിൽ നിന്ന് അഭിനയിച്ച് പഠിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു ആക്ടറെ സംബന്ധിച്ച് വലിയ സ്കൂളായിരുന്നു സ്ട്രീറ്റ് പ്ലേ. അവിടെ നിന്ന് അപ്പോൾ ഒന്നും സിനിമാ മോഹമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ പണിക്ക് പോക്കില്ല. പിന്നെ ഈ അത്യാവശ്യം ഈ ബുദ്ധിജീവി ആളുകളെ അനുകരിക്കുക, അല്ലെങ്കിൽ അത്തരം വർത്തമാനങ്ങൾ പറഞ്ഞ് നടക്കുക. ഇപ്പോൾ സുരാസു, ജോസ് ചെറമേൽ, ജോൺ അബ്രഹാം, ഇവരെക്കുറിച്ചൊക്കെ നാടകത്തിൽ ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞാണ് ഇവരൊക്കെ ഷാപ്പിലിരുന്നാണ് ചർച്ച. ഷാപ്പിൽ എൻ്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് ഉണ്ണി പൂണിത്രയും പിന്നെ ടീച്ചർ ബാബു, ടീച്ചറിൻ്റെ മോനാണ് ബാബുച്ചേട്ടൻ, മുരളിച്ചേട്ടൻ, ഇവരൊക്കെയാണ് എൻ്റെ ആശാന്മാർ. അപ്പോൾ ഇവരൊക്കെ പറയുന്ന കുറേ ഇങ്ങനത്തെ കുറേ സിദ്ധാന്തങ്ങളും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആവണം, അവരെപ്പോലെ ആവണം എന്നുള്ള, സമൂഹം എങ്ങനെ നടക്കുന്നു അതിന് നേരെ തിരിഞ്ഞ് നടന്നാൽ മതി, നമ്മൾ ബുദ്ധിജീവിയായി എന്ന് പറയുന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾ അങ്ങനെ നടന്ന് വീട്ടിൽ ഇതിനിടയിൽ കുറേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പല കാര്യങ്ങളും ഞാൻ പഠിച്ചത് തെറ്റായ രീതിയിലാണ് എന്നുള്ളത് കൊണ്ട് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്മ അത്യാവശ്യം നല്ല രീതിയിൽ വിഷമിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട്, അമ്മയും സഹോദരങ്ങളും. എൻ്റെ മദ്യപാനം അങ്ങോട്ട് കൈവിട്ടു പോയി.
കൈവിട്ട് പോയിട്ട് മദ്യപാനത്തിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ലഹരിയിലേക്കും പോയിട്ടില്ല എന്ന് സത്യസന്ധമായി പറയാം. കാരണം ലഹരിക്ക് വേണ്ടിയാണോ മദ്യം കഴിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇതെന്തോ കഴിക്കുന്നുണ്ട്, ഈ കുറേ ഇങ്ങനെ നടക്കുന്നുണ്ട്, നാടകമൊന്ന് പറയുന്നുണ്ട്. പക്ഷേ നാടകം എത്ര നാടകം കളിച്ചു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് ഉത്തരവില്ല. എത്ര കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതുമില്ല. ഇങ്ങനെ ആരെയൊക്കെയോ പറ്റിച്ച് തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ ഒരു വലിയ മരമുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിൽ രാവിലെ ഹാജർ കൊടുക്കും. അവിടെ നിന്നിട്ട് ഓരോരുത്തർ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് 10-20 ഒക്കെ വാങ്ങിച്ച് അങ്ങനെ ഒരു ഫസ്റ്റ് ബെഗ് അടിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഓരോ ലോകോത്തര കാര്യങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞ എന്താ പറയുക, വീട്ടുകാരെ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഇങ്ങനെ പോയാൽ മതിയോ എന്നുള്ളൊരു തോന്നൽ സ്വയം ഉണ്ടായി. അത് ഏകദേശം ഒരു 25 വയസ്സൊക്കെ ആയി ആ തോന്നൽ വരാൻ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ 25 വയസ്സിലേക്ക് കയറി വന്നു. പക്ഷേ അങ്ങനെ പെട്ടെന്ന് കയറി വന്ന ഒരു ജീവിതമായിരുന്നില്ല. അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക വിട്ടുപോയി എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ് ഓരോന്ന് ഓർമ്മ വരുള്ളൂ. ഈ ഏതാണ്ട് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് കോയമ്പത്തൂരിലേക്കുള്ള യാത്ര. അതിനു മുമ്പ് വല്യച്ഛൻ്റെ വീട് വന്നല്ലോ. ഞാനിപ്പോൾ ഒന്ന് ചേർത്ത് പറയുകയാണ്. ഈ കാലഘട്ടം കൃത്യമായിട്ട് എനിക്ക് ഒരു ഫ്ലോയിൽ അങ്ങനെ പറയാൻ പറ്റിയില്ല. എന്നാലും ഇതൊന്നും പറയാതെ പറ്റില്ല. ഇപ്പോൾ വല്യച്ഛൻ്റെ വീട് ഞങ്ങളുടെ ആളുകളുടെ വീട്ടിൽ ഏറ്റവും കുറച്ച് സമ്പന്നമായിട്ടുള്ളൊരു വീടാണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതായത് അവിടെ കാറും കേബിൾ TVയും ഈ പറഞ്ഞ സോഫ സെറ്റി, പിന്നെ അലസേഷൻ എന്ന് പറയുന്നൊരു ബ്രീഡ് പട്ടിയുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പണക്കാർ എന്ന് പറയാം. അപ്പോൾ ആ വീട്ടിൽ താമസിക്കാനായിട്ട് ഞങ്ങൾ അന്തേവാസികൾ, ഞങ്ങൾ ഈ അച്ഛൻ മരിച്ചു പോയ 2 ഫാമിലി ഉണ്ട്. അതായത് ഞങ്ങൾ 4 പേരും, പിന്നെ അമ്മാവൻ്റെ മക്കൾ ഒരു 3 പേര്, പിന്നെ അതല്ലാതെ ഒരു വല്യമ്മയുടെ മക്കളൊരു 4 പേര് വേറെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അവിടെ താമസിക്കാൻ ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ വല്യച്ഛനെ സോപ്പിട്ടുകൊണ്ടിരിക്കും. വല്യച്ഛൻ്റെ PA ആയിരുന്നു ഞാൻ. അപ്പോൾ വല്യച്ഛനോട് പറയും, പെരിയപ്പ, ഞങ്ങൾ തമിഴാണ് പറയുക, ഞങ്ങൾ ഈ ഗോൾഡ് സ്മിത്താണ്, സ്വർണ്ണപ്പണിക്കാരാണ്. അപ്പോൾ തമിഴ് വംശജരാണ്, തമിഴാണ് ഞങ്ങളുടെ ഒരു വീട്ടിലെ ഭാഷ. അപ്പോൾ തമിഴിൽ പെരിയപ്പ ഞാൻ അടുത്ത ആഴ്ച പോലാം പെരിയപ്പ, അടുത്ത ഞായറാഴ്ച പോലാം പെരിയപ്പ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ ഞായറാഴ്ചയും തള്ളി ഞാൻ അവിടുത്തെ ഏകദേശം ഒരുപാട് നാൾ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വല്യച്ഛനായിട്ട് നിന്നിട്ടുള്ള ഒരാൾ ഞാനാണ്. അപ്പോൾ ഈ അവിടെ നിൽക്കാൻ വേണ്ടി തന്നെ രാവിലെ എഴുന്നേറ്റ് പെരിയപ്പൻ്റെ ചെരുപ്പൊക്കെ കഴുകി വയ്ക്കുക. അതേപോലെ വലിയ നീളമുള്ളൊരു മുറ്റം ഉണ്ടായിരുന്നു. ഏതാണ്ട് എന്താ പറയുക, കുറച്ച് നല്ല നീളത്തിലുള്ള മുറ്റം. അപ്പോൾ ഈ മുറ്റം അടിക്കുക. പിന്നെ 2 പശുക്കളുണ്ട്. അപ്പോൾ പശുവിൻ്റെ കാര്യമൊക്കെ നോക്കി പശുവിന് പുല്ലൊക്കെ വെട്ടി കൊടുക്കും, തൊഴുത്ത് കഴിയുകയൊക്കെ ചെയ്ത വല്യമ്മയ്ക്ക് വലിയ കാര്യമാണ്. വല്യമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് പശു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെയ്ത് അവിടുത്തെ പെരിയപ്പൻ്റെ ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ നേടി ഒരു PA എന്നുള്ള സ്ഥാനത്ത് എല്ലാ കാര്യങ്ങൾക്കും എല്ലായിടത്തും ഉത്സവത്തിന് പോകുമ്പോഴും ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ആണ്, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ എൻ്റെ സ്വന്തം വീടാണെന്നുള്ളൊരു തോന്നൽ ചെറുപ്പകാലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കും, ഇതാണ് എൻ്റെ വീടെന്ന് പറയും. ഇത് പതുക്കെ ഇല്ല, ഇതല്ല, ഇത് നമ്മുടെ വീടല്ല എന്നുള്ളത് മനസ്സിലാവാൻ തുടങ്ങിയത് ചില സമയങ്ങളിൽ. വല്യച്ഛൻ്റെ ഭാഗത്തു നിന്നൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ വല്യമ്മ അമ്മയെ ചീത്ത പറയുന്നതൊക്കെ കേൾക്കും. ഈ ചോറ് വിളമ്പി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ചുമ്മാ അവർ ചേച്ചി അനിയത്തിയും കൂടി എന്താ പറയുക സൗഹൃദ ദേഷ്യപ്പെടലായിരിക്കാം. പക്ഷേ നമ്മളിത് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന്. അതായത് അതേപോലെ തന്നെ അമ്മ ഇവർ കാണാതെയൊക്കെ ഈ എന്തെങ്കിലും സ്പെഷ്യൽ ഇപ്പം ഞണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെമ്മീനോ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ
കാണാതെ എടുത്ത് തരികയും പിന്നെ എനിക്ക് എൻ്റെ പങ്ക് മാത്രം തിന്നാൽ തീരുന്നൊരു വിശപ്പായിരുന്നില്ല, വല്ലാത്ത വിശപ്പുള്ളൊരു കുട്ടിയായിരുന്നു. അതേപോലെ തന്നെ എനർജിയും രാത്രി എന്താ പറയുക, ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ കുട്ടികളും തളർന്ന് കിടന്ന് ഉറങ്ങുന്ന സമയത്തും ഞാൻ രാവിലെ എഴുന്നേറ്റ് അതേ എനർജിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് തിന്നണമായിരുന്നു. തലയും വയറും മാത്രമായിരുന്നു എൻ്റെ രൂപം വരയ്ക്കാൻ പറഞ്ഞാൽ എൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു ഗ്രഹണി പിടിച്ച പോലത്തെ ഒരു വയറും ഒരു വലിയ തലയും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ചോറിൽ ഈ ഞണ്ടിങ്ങനെ ഒളിപ്പിച്ച്, ചൂട് ഞണ്ടാണല്ലോ, അപ്പോൾ അത് ചോറിൽ ആദ്യം നമുക്കൊരു പങ്ക് തരും. ആ പങ്ക് തിന്ന് കഴിഞ്ഞിട്ട് കാണാതെ എടുത്ത് ഒളിപ്പിച്ചൊക്കെ വെച്ചിട്ട് ഇവരൊക്കെ അങ്ങോട്ട് ചേച്ചിമാർ, വല്യമ്മയുടെ മക്കൾ 2 ചേച്ചിമാരുണ്ട്, പിന്നെ എൻ്റെ അമ്മാവൻ്റെ ചേച്ചിമാരുണ്ട്, കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഇത് പതുക്കെ എടുത്ത് കടിക്കുക. ഇപ്പം ഞണ്ട് തിന്നുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതും ചൂടാണെങ്കിൽ ഇത്തിരി പാടാണ്. അപ്പോൾ അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു രസമായിട്ടും സങ്കടമായിട്ടുമൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആ വീട്ടിൽ. അതായത് ആ ഒരു ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഞാൻ പേടിക്കേണ്ട വരുന്നു, അല്ലെങ്കിൽ ആരും കാണാതെ ചെയ്യേണ്ട വരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെറ്റിയിൽ കയറി ഇരിക്കാനും TV കൈകാര്യം ചെയ്യാനൊക്കെ ആദ്യമൊക്കെ ചെയ്യുമ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഒരു തോന്നൽ വരാൻ തുടങ്ങിയ അന്ന് മുതൽ അവർ പറയുന്നത് എന്തും ഞാൻ ഇവിടുത്തെ ആളല്ലാത്തതുകൊണ്ട് ഞാൻ വേലക്കാരനാണ് എന്നുള്ളൊരു തോന്നൽ എന്നിൽ ഉണ്ടാവാൻ തുടങ്ങി. ഒരുപക്ഷെ അതെൻ്റെ തെറ്റിദ്ധാരണ തന്നെ ആവാം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പരസ്യമായിട്ട് അവർ അങ്ങനെ ആരും ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആലോചിക്കാൻ തുടങ്ങി. ആ കാലഘട്ടങ്ങൾ അങ്ങനെ പോയി. ഇതിനിടയ്ക്ക് അമ്മൂമ്മയുടെ വീട്ടിൽ പോക്കുണ്ട്. അപ്പോൾ ഞാൻ പള്ളിപ്പുറമ്പാവിലെ വീട് വിറ്റു. തോപ്പിൽ എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഒരു നടന് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം എന്നുള്ളത് പിന്നീടുള്ള കാലത്ത് മനസ്സിലായ ഏറ്റവും വലിയൊരു അറിവിലൊന്ന്. നടന് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവേഷൻ വേണം, ഇമാജിനേഷൻ പവർ വേണം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടാവണം. അതിൽ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയത് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു ഗുണമാണ്. ആ അഡാപ്റ്റ് ചെയ്യാനുള്ള ഗുണം എനിക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലൂടെയാണ്. കാരണം ഈ വലിയച്ഛൻ താമസിക്കുന്ന ബോയ്സ് ഹൈസ്കൂൾ തൃപ്പൂണിത്തുറയുടെ നഗര ഭാഗത്താണ്, ഹൃദയഭാഗത്താണ്. അതിന് ചുറ്റുമുള്ള, ഞാനിതിൽ ജാതി എടുത്ത് പറയുന്നത് ആ സംസ്കാരം മനസ്സിലാവാനും ആ കാലഘട്ടത്തിൻ്റെ ഒരു സംഭാഷണ ശൈലിയൊക്കെ മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നത് മേനന്മാർ, നായന്മാർ, പട്ടന്മാർ, അങ്ങനെയുള്ള ആളുകളും പിന്നെ ഡോക്ടർ, അഡ്വക്കേറ്റ്, അങ്ങനെയുള്ള ആളുകൾ, സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ നിൽക്കുന്നിടത്ത്. അപ്പോൾ അവരുമായിട്ടുള്ള സമ്പർക്ക സമയത്തൊക്കെ ഇപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമസ്തേ എന്നുള്ള അങ്ങനെയൊക്കെ സംഭാവന ചെയ്യുക. അതേപോലെ തന്നെ ക്ഷേത്രങ്ങളുമായിട്ട് ഈ ഭജനയൊക്കെ പാടി നടക്കുന്നത്. നല്ല കുട്ടി, വൈകുന്നേരം ശനിയാഴ്ച ചക്കംകുളങ്ങര അമ്പലത്തിലെ ഭജന, വ്യാഴാഴ്ച ശ്രീ പൂർണ്ണത്രേശൻ്റെ അമ്പലത്തിലെ ഭജന, അങ്ങനെ ഭയങ്കര നല്ല കുട്ടിയായിട്ട് നിൽക്കുന്ന. അതേ സമയത്ത് തന്നെ അടുത്ത ആഴ്ചയിൽ അപ്പുറത്ത് തോപ്പിൽ ഭാഗത്ത് പോയാൽ പച്ചയായ മനുഷ്യരുടെ കൂടെ ജീവിക്കുക. അതായത് വികാരങ്ങളെ ഒളിപ്പിച്ച് വെച്ച് പൊതിഞ്ഞ് വെച്ച് കാണിക്കാൻ അറിയാത്ത സത്യസന്ധമായി ജീവിക്കുന്ന കുറേ ആളുകളുടെ കൂടെ ജീവിക്കുക. അപ്പോൾ അവരുടെ സംഭാഷണ ശൈലികളുണ്ട്. അവർ ഇപ്പോൾ തെറി പറയണമെങ്കിൽ തെറി പറയും. അതിൽ യാതൊരുവിധ കുറ്റബോധമോ അല്ലെങ്കിൽ അങ്ങനത്തെ നാണമോ ഒന്നുമില്ലാത്തവർ. പക്ഷേ അത് പറഞ്ഞാൽ തീർന്നു. അതല്ലാതെ അവർക്ക് വേറെ കള്ളങ്ങളില്ലാത്ത മനുഷ്യർ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതങ്ങൾ ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നിലെ ആക്ടറിന് ഒരുപാട് ഗുണം ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന് അടയാളപ്പെടുത്തി പോകേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൽ ചെറുപ്പകാലങ്ങളിലെ ഓരോ സംഭവങ്ങൾ ഓർത്ത് പറയുകയാണെങ്കിൽ, ഇപ്പം മദ്യപാനത്തിൻ്റെ കാര്യം പറഞ്ഞു. മദ്യപാനം ഏകദേശം ഒരു പറഞ്ഞല്ലോ, വളരെ ചെറുതായിരിക്കുമ്പോൾ അടപ്പിൽ ഒഴിച്ച് തന്ന ഒരു ദുഷ്ടനുണ്ട്. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം കുടിച്ചത് ഞാനൊരു കൂട്ടുകാരനും കൂടി ഒരു ക്വാർട്ടർ വാങ്ങിച്ച് കുടിച്ചു എന്നാണ്. പക്ഷേ അത് ഓർത്ത് നോക്കിയപ്പോൾ അതിന് മുമ്പ് ഒറ്റയ്ക്ക് ആണ് 60 രൂപ 62 രൂപ എങ്ങാണ്ടാണ് ആ ക്വാർട്ടറിൻ്റെ വില.
ചെറിയ കുപ്പി, അത് ഈ പറഞ്ഞ അതേ സ്ഥലം തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് കുടിക്കുകയും അത് പൊട്ടിച്ച് വെള്ളം ചേർക്കാതെ കുടിക്കുകയും അപ്പോൾ തന്നെ അത് ഛർദ്ദിച്ച് കളയുകയും ചെയ്തു. പിന്നീടാണ് ഈ സുഹൃത്തുമായിട്ട് കുടിക്കുന്നത്. അതല്ലാതെ ഞാൻ പെട്ടുപോയ, അതായത് കള്ളുകുടി ഒക്കെ ഉണ്ട് എന്നുള്ളത് എന്നെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പറഞ്ഞ സ്മാർട്ടായിട്ട് നടക്കുക, എല്ലാവരോടും ഹായ് ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞാണ് എല്ലാവർക്കും കൈ പൊക്കി കാണിച്ച്, ഈ രാഷ്ട്രീയക്കാർ MLA നടക്കുന്ന പോലെയാണ് നമ്മൾ നടക്കുന്നത്. എല്ലാവർക്കും അറിയാം മണികണ്ഠൻ്റെ വീട് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആക്കിയെടുക്കാനുള്ള ഒരു കഴിവ് ജന്മസിദ്ധമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരുമായിട്ട് ഇടപെടാനുള്ള, എല്ലാവരുമായിട്ട് പെട്ടെന്ന് കൂടിച്ചേരാനുള്ളൊരു ഒരു കഴിവുണ്ടായിരുന്നു. അപ്പോൾ കിടങ്ങ് ഷാപ്പ് നമ്മുടെ തോപ്പിൽ, അതായത് അമ്മൂമ്മയുടെയൊക്കെ വീടിൻ്റെ അടുത്താണ്. ഒരുപാട് തവണ ആ ഷാപ്പിൻ്റെ മുമ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കയറിയിട്ടില്ല. ആകെ കയറിയേക്കണ ഈ കറി പാഴ്സൽ വാങ്ങാനാണ്. അവിടെ ഇരുന്ന് കുടിക്കാനോ അവിടെ ഇരുന്ന് തിന്നാനോ ഒന്നും കയറിയിട്ടില്ല. അപ്പോൾ കുറച്ച് കൂട്ടുകാർ, അത് സ്ഥിരമായ കൂട്ടുകാരല്ല, സ്ഥിരമായൊരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരനും അങ്ങനെ കണ്ട് ബോയ്സ് സ്കൂളിൽ കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ രാവിലെ പിള്ളേർ കൂടി കളിക്കുന്ന ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ നേരത്ത് നമുക്ക് ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഇവൻ ലോറിയൊക്കെ ഉള്ളൊരു ഫാമിലിയാണ്, കുറേ ടാങ്കൽ വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവനും പിന്നെ എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞവനും പിന്നെ വേറൊരു അവൻ്റെ കൂട്ടുകാരനൊക്കെ ആയിട്ട് ഒരു 4 പേര് പോയി കിടങ്ങ് ഷാപ്പിൽ പോയിട്ട് ഇങ്ങനെ കള്ളികളാണല്ലോ ഷാപ്പ്, ഇങ്ങനെ നേരെ ചെല്ലുന്നു, ഇവിടെ ഒരു കള്ളി അവിടെ ഒരു കള്ളി. അപ്പോൾ ആരും കാണാതെ ഒരു മൂലയ്ക്കുള്ള ഒരു കള്ളിയിൽ കയറി ഓർഡറൊക്കെ അവൻ തന്നെ ചെയ്യുന്നു. നമ്മൾ പകച്ചിങ്ങനെ നിൽക്കുക, കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഓർഡർ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അപ്പം വന്നു, മീൻകറി വന്നു, ചെമ്മീൻ വന്നു, കോഴി വന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നു. പിന്നെ കള്ള് വന്നു, കള്ള് കുടിച്ചു, 2-3 കുപ്പി കള്ള് കുടിച്ചു എല്ലാവരും കൂടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കൈ കഴുകാനായിട്ട് ഇറങ്ങിയിട്ട് ഇവർ പറഞ്ഞു, അവൻ തപ്പി നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ കാശില്ല. അവൻ പറഞ്ഞു എടാ ഞാൻ ഒരു അബദ്ധം പറ്റി, കാശ് ഇട്ട പോക്കറ്റല്ല, പാൻറ്റ് മാറിയത് ഞാൻ മറന്നുപോയി, ഈ പാൻറ്റിൽ പൈസ ഇല്ല, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പതുക്കെ ഇറങ്ങിയിട്ട് നടന്നാൽ മതി, വീട്ടിൽ ചെന്നാൽ പൈസ കിട്ടും, അപ്പോൾ ഇവിടെ ഇപ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ അവർ പിടിച്ച് നിർത്തും, നമുക്ക് ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും പോയി, അവരുടെ പുറകെ ഞാനും ഇറങ്ങിയപ്പോൾ അവർ ഒരുപാട് ദൂരത്തേക്ക് പോയി കഴിഞ്ഞു. പിന്നെ ഞാൻ പതുക്കെ ഓടി. അതിനിടയിൽ ഇവിടെ ഷാപ്പിൽ നമ്മൾ മുങ്ങി എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അതിൽ അവർക്കറിയാവുന്ന ഒരാൾ ഞാനാണ്, കാരണം തൊട്ടപ്പുറത്ത് ആണ് താമസിക്കുന്ന, ഇന്ന വീട്ടിലെ ആണെന്നറിയാം. ആ സമയത്ത് അവിടെ നിന്ന് വീട് മാറിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ തറവാട് ബോയ്സ് സ്കൂളിൻ്റെ അവിടെയുള്ള കുഞ്ഞനാചാരിയുടെ വീട്ടിലുള്ള ചെക്കനാണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അവർ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എത്തുന്നതിന് മുമ്പ് അവർ ഈ വെല്ലിച്ചൻ്റെ വീട്ടിലെത്തി എന്നെ അന്വേഷിച്ചു. അപ്പോൾ അവിടെ വന്നിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. എന്നെ കണ്ണംകുളങ്ങര ഈ ഒട്ടോളിപ്പറമ്പെന്ന് പറഞ്ഞ പാലസ് ഓവൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്, അതിൻ്റെ അടുത്ത് അന്ധകാരത്തോടെന്ന് പറയുന്നൊരു തോടുണ്ട്. തോടിൻ്റെ സൈഡിൽ കൂടി ഞാനിങ്ങനെ വരികയാണ്. അപ്പോൾ ഇവർ സൈക്കിളിൽ ആ വന്ന ചേട്ടനെയൊക്കെ ഇപ്പോഴും ഉണ്ട്, അവരായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദമാണ്. ബാബു എന്ന് പറഞ്ഞ ബാബു ചേട്ടൻ, 2 ബാബു ഉണ്ട്. ഈ 2 ബാബു ചേട്ടന്മാരാണ് സൈക്കിളിൽ വന്ന് പിടിച്ച് അവർ കുത്തിനൊക്കെ ഇങ്ങനെ ഷട്ടിലൊക്കെ പിടിച്ച് ഇടാം, മറ്റത് മറിച്ച് അവരുടെ അഡ്രസ്സ് ഇത് പറ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആൾക്കാർ കൂടിയപ്പോൾ എൻ്റെ ഇമേജ് അങ്ങോട്ട് ഫസ്റ്റ് തകർന്ന് അവിടെ വെച്ചാൽ. അതായത് ഞങ്ങളുടെ മണികണ്ഠൻ, നമ്മുടെ പയ്യൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ കള്ളത്തരമൊക്കെ പഠിച്ചു തുടങ്ങി, ഇവൻ നാട്ടുകാരെ പറ്റിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കള്ളുകൂടി തുടങ്ങി എന്നുള്ള സാധനം ആദ്യമായിട്ട് കണ്ണംകുളങ്ങര ജംഗ്ഷനിൽ അത് അങ്ങോട്ട് പൊളിയാണ്. അമ്മ ജോലി കഴിഞ്ഞ് പുകഞ്ഞവനെ മുളക് പൊടി കമ്പനിയിൽ ഇത് പാക്ക് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് സങ്കടത്തിലേക്ക് പോയി. കാരണം അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് വളർത്തിയിട്ടുള്ളതെന്ന് ഈ പറയുന്ന പെർഫോമൻസുകളൊന്നും അല്ല. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ഇതൊന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ ഈ 40 വയസ്സാവേണ്ട വന്നല്ലോ. ആ സ്ത്രീ ഈ 4 മക്കളെ വളർത്തിയ ത്യാഗം എന്താണെന്ന് മനസ്സിലാക്കാൻ